എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ സത്സംഗം ആരംഭിക്കുകയാണ്. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ അധ്യായം 5 ഋഷഭദേവൻ്റെ ഉപദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ യഥാർത്ഥ ബ്രാഹ്മണർ 24 ശ്ലോകം വരെ നമ്മൾ മനസ്സിലാക്കി. യഥാർത്ഥ ബ്രാഹ്മണരെ പൂജിക്കുമ്പോൾ അതാണ് മോക്ഷത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോഴാണ് ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിഞ്ഞ ജ്ഞാനികൾ, അവരെയാണ് യഥാർത്ഥത്തിൽ ആദരിക്കേണ്ടത്. അവരെ ആദരിക്കുമ്പോൾ അതിലൂടെ അതാണ് എനിക്ക് നൽകുന്ന യഥാർത്ഥത്തിലുള്ള ആരാധന. ഭഗവാന് കൊടുക്കുന്ന ആരാധന എന്ന് വെച്ചാൽ അത് ബ്രാഹ്മണ പൂജയാണ്, അവരെ ആദരിക്കലാണ്. ആരാണ് യഥാർത്ഥ ബ്രാഹ്മണർ എന്ന് പറയുന്നത്? അതാണ് 24-ാമത്തെ ശ്ലോകം. വേദം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മമാണ്. ഈ വേദത്തെ നന്നായി സമഗ്രമായി പഠിച്ചിട്ട് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ജ്ഞാനികളാണ് ബ്രാഹ്മണർ. ആ അറിവിനെ പഠിച്ച് ഉൾക്കൊണ്ട് അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് വേദത്തിൻ്റെ ശരീരരൂപമാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. സത്വഗുണം നിറഞ്ഞവരാണ്, മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ചവരാണ്, സുഖദുഃഖങ്ങളിൽ തിദീക്ഷാഭാവത്തോടെ തരണം ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണരെ പൂജിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്നെയാണ് പൂജിക്കുന്നത്. അതാണ് എനിക്ക് നൽകുന്ന യഥാർത്ഥത്തിലുള്ള ആദരവ്, ആരാധന എന്നാണ് ഭഗവാൻ പറഞ്ഞു വെച്ചത് 24-ാമത്തെ ശ്ലോകത്തിൽ. ഇനി ശ്ലോകം 25. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് നമ്മൾ 25-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. മത്ത അഭി അനന്താത് പരതഃ പരസ്മാത് സ്വർഗ അപവർഗ അധിപതേ ന കിഞ്ചിത് യേഷാം കിമു സ്യാത് ഇതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. മത്ത അഭി അതായത് ആ ഭഗവാനിൽ, അനന്താത് എന്ന് വെച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും അനന്തമായിട്ട് അന്തമില്ലാത്ത ഐശ്വര്യങ്ങൾ നിറഞ്ഞവനും, പരസ്മാത് ഏറ്റവും ഉന്നതമായതിൽ വെച്ച് ശ്രേഷ്ഠമായതും, സ്വർഗ അപവർഗ അധിപതേ അതായത് ഭൗതിക ലോകത്തിലെ എല്ലാ സുഖങ്ങളും, ഇനി സ്വർഗലോകത്തിൻ്റെ സുഖങ്ങളും മോക്ഷവും ഇവയെല്ലാം നൽകാൻ കഴിവുള്ളവനുമായ ആ ഭഗവാനെ ന കിഞ്ചിത് എന്ന് വെച്ചാൽ ആ മത്തഹ അഭി അതായത് ആ ഭഗവാനിൽ നിന്ന് അല്ലാതെ മറ്റെന്തെങ്കിലും ഒന്ന് ന കിഞ്ചിത് ഒന്നും തന്നെ ആ ബ്രാഹ്മണർക്ക് വേണ്ട. ഭഗവാൻ അല്ലാതെ മറ്റൊന്നും തന്നെ ആ ബ്രാഹ്മണർക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയുന്നത്? അവർക്ക് ഭഗവാൻ അല്ലാതെ മറ്റൊന്നും വേണ്ട, എല്ലാതും നൽകാൻ, ഭൂമിയിലെ ജീവിതം സമൃദ്ധമാകാനും ആ സുഖവും മുക്തിയുടെ സുഖവും ഇനി സ്വർഗലോകത്തിൻ്റെ സുഖങ്ങളും ഇതൊക്കെ നൽകാൻ കഴിയുന്നവനും, ഏറ്റവും ശ്രേഷ്ഠമായതിൽ വെച്ച് ശ്രേഷ്ഠമായവനും, എല്ലാ ഐശ്വര്യങ്ങൾക്കും അന്തമില്ലാത്തവനും, അതായത് അത്രമാത്രം ഐശ്വര്യങ്ങൾ നിറഞ്ഞവനുമായ ആ ഭഗവാനെ അല്ലാതെ ബ്രാഹ്മണർക്ക് മറ്റൊന്നും വേണ്ട എന്നാണ്. അതാണ് ന കിഞ്ചിത്ത്, വേറൊന്നും തന്നെ അവർക്ക് ആവശ്യമില്ല. യേഷാം ആ ബ്രാഹ്മണർക്ക് കിമുസ്യാത് ഇതരേണ ഇതല്ലാതെ, ആ ഭഗവാൻ അല്ലാതെ ഇതരേണ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടാകുമോ? പിന്നെ തേഷാം അവർക്ക് അകിഞ്ചനാനാം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒന്നും എൻ്റെ സ്വന്തം എന്ന ഉടമസ്ഥാവകാശവും ഉണ്ടാവില്ല, ഒന്നും വേണമെന്ന ആഗ്രഹവും ഉണ്ടാവില്ല എന്ന്. ഈ ഭൂമിയിലെ ഈ ഭൗതിക ലോകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന ആഗ്രഹവും ഉണ്ടാവില്ല, ഇതൊക്കെ എൻ്റെയാണ് എന്ന് ഉടമസ്ഥാവകാശവും ഇല്ലാത്തവരാണ് ആ ബ്രാഹ്മണർ. അതുകൊണ്ട് തന്നെ മയി ഭക്തിഭാജാം അവർക്ക് എന്നോടുള്ള ഭഗവാനിലുള്ള ഭക്തിയിൽ രമിച്ചു കഴിയുന്നത് മാത്രം മതിയെന്ന്. അതുകൊണ്ടാണ് ആ ബ്രാഹ്മണരെ പൂജിക്കണം എന്ന് പറയുന്നത്. ഭഗവാനിൽ ഭക്തിയോ
ഭക്തിയോടുകൂടി രമിച്ചു കഴിയുക, ആ ഭക്തിയുടെ ആനന്ദത്തെ അനുഭവിച്ചറിയുക മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. ഈ ലോകത്ത് നിന്ന് ഒന്നിനോട് ഉടമസ്ഥാവകാശവുമില്ല, ഒന്നും ആവശ്യവുമില്ല, ആഗ്രഹവുമില്ലാത്തവരാണ് ബ്രാഹ്മണർ. അവർക്ക് ഭഗവാനെ അല്ലാതെ മറ്റൊന്നും തന്നെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ആ ബ്രാഹ്മണരെ പൂജിക്കണം. അവരെ പൂജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ നിങ്ങൾ എന്നെയാണ് പൂജിക്കുന്നത് എന്ന് ഋഷഭദേവൻ പറഞ്ഞത്. ശ്ലോകം 26. സർവാണി മദ്തിഷ്ണ്യതയാ ഭവദ്ഭി ചരാണി ഭൂതാനി സുധാ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേ വഹ വിവിക്ത ദൃഗ്ഭിഹി തതു ഉഹ അർഹണം മേ. സർവാണി ചരാണി ധ്രുവാണി. സർവാണി എന്ന് വെച്ചാൽ എല്ലാം, ചരാണി എന്ന് വെച്ചാൽ ചലിക്കുന്നതും, ധ്രുവാണി എന്ന് വെച്ചാൽ ചലിക്കാത്തതുമായ ഭൂതാനി. ഈ ലോകത്ത് ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവചരാചരങ്ങളിലും സുധ എന്ന് വിളിക്കുന്നത് അല്ലയോ ബ്രാഹ്മണരെ, അത് ഋഷഭദേവൻ അവിടെയുള്ള ആളുകളെ പുത്രന്മാരെ എന്ന് വിളിക്കുകയാണ്. ഈ ലോകത്ത് കാണുന്ന ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ചരാചരങ്ങളിലും മത് ദിഷ്ണ്യതയാ, എൻ്റെ ഇരിപ്പിടമാണ്, ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടമാണ് ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും. അതിൽ ചലിക്കുന്നതും ചലിക്കാത്തതും എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എൻ്റെ ഇരിപ്പിടമാണ്. കാരണം അതിലൊക്കെ ഞാനാണ് ഇരിക്കുന്നത്. ഇത് സംഭാവിതവ്യാനി, ഇങ്ങനെ വേണം ഭഗവാനെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ എന്ന്. ഇങ്ങനെയായിരിക്കണം ഭഗവാനെ ആരാധിക്കേണ്ടത്. അതാണ് പറയുന്നത്. പതേ പതേ, നിരന്തരം, നിത്യവും, ഓരോ നിമിഷവും ഭഗവാനെ ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ വിവിക്ത ദൃഗ്ഭിഹി, ഇങ്ങനെ ഭഗവാനെ ശരിയായ രീതിയിൽ അറിഞ്ഞ്, അതായത് ഒരു ഭേദം, ഒരു വ്യത്യാസമില്ലാതെ സർവ ചരാചരങ്ങളും എന്ന് വെച്ചാൽ ചലിക്കുന്നതും ചലിക്കാത്തതും എന്ന് വെച്ചാൽ ഒരു കല്ലിന് ചലിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവ്വത്തിലും എന്നെ കാണുക. ആ രീതിയിൽ, ശരിയായ രീതിയിൽ എന്നെ ആരാധിക്കുമ്പോൾ അത് ഉഹ അർഹണമേ, അതാണ് എനിക്കുള്ള ശരിയായ ആരാധന. മനസ്സിലായേ? ഭഗവാനെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഭജിക്കേണ്ടത്? കുറേ നെയ്വിളക്ക് കത്തിച്ചും കുറേ പായസം വെച്ചും കുറേ നാമം ജപിച്ചുമുള്ള പ്രാർത്ഥനയല്ല. അതിനേക്കാൾ ഉപരി എനിക്ക് നൽകുന്ന ശരിയായ ആദരവ്, ആരാധന എന്ന് പറയുന്നത് ഈ ലോകത്തെ സർവചരാചരങ്ങളിലും, അത് ചലിക്കുന്നതും ചലിക്കാത്തതും ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടമാണ്, അതിലൊക്കെ ഞാനാണ് ഇരിക്കുന്നത് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന ആരാധന, അതാണ് എനിക്കുള്ള ശരിയായ ആരാധന. അതായത് എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണുന്ന ഏകഭാവം, അതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഹിന്ദുക്കൾക്ക് എപ്പോഴും ഒരുപാട് 33 കോടി ദൈവങ്ങളാണ് എന്ന് നമ്മൾ പറയുമല്ലോ. കല്ലിനെയും മുള്ളിനെയും എല്ലാത്തിനെയും പാമ്പിനെയും പുഴുവിനെയും ഒക്കെ ആരാധിക്കുമെന്ന് പറയാറില്ലേ? ഇതാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദുവിൻ്റെ തത്വം. സനാതനധർമ്മം ഒരിക്കലും നശിക്കാത്ത തത്വം എന്ന് പറയുന്നത് സർവചരാചരങ്ങളിലും ഇവിടെ ഈശ്വരനേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഹിന്ദു മതം പറയുന്നത്. ഇവിടെ ഈശ്വരനേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സർവചരാചരങ്ങളിലും, തൂണിലും തുരുമ്പിലും, ചലിക്കുന്നതും ചലിക്കാൻ കഴിയാത്തതുമായ സകലതിലും, ആ സകലതും ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടമാണ്, അതായത് ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന ഏകഭാവത്തോടെ ആരാണോ കാണുന്നത്, അതാണ് എനിക്കുള്ള ശരിയായ ആരാധന. അപ്പോൾ എപ്പോഴും അടിവര ഇട്ട് വെച്ച് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണത്. അതാണ് ഭഗവാനോടുള്ള യഥാർത്ഥത്തിലുള്ള ആദരവും ആരാധനയും. അല്ലാതെ അവിടെ നിന്നും ഒരു അമ്പലത്തിലിരിക്കുന്ന മൂർത്തിയായിട്ട് ഭഗവാനെ വളരെ ചെറുതാക്കി കണ്ടുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദ്വൈതങ്ങളിലും ജീവിക്കുന്നത് ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ആരാധനയല്ല. എല്ലാത്തിനെയും ഏകമായി കാണാൻ, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ. അതിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിലും ഈശ്വരനെ കാണുക, ദുഃഖത്തിലും ഈശ്വരനെ കാണുക. സുഖവും ദുഃഖവും നമുക്ക് നൽകുന്നത് പ്രകൃതി നിശ്ചയമാണ് നമുക്ക് കിട്ടുന്നത്. ആ ഈശ്വര നിശ്ചയമാണ് നമുക്ക് അനുഭവിക്കുന്നത്. അപ്പം ഈശ്വര നിശ്ചയമായിട്ട് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് എന്തോ അതിലൊക്കെ ഈശ്വരനെ കാണുക എന്ന് കരുതുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരാരാധന. അതാണ് ആ ഋഷഭദേവൻ പറഞ്ഞു കൊടുത്തത്. ശ്ലോകം 27. മനോവാച ദൃക് കരണ ഇതി ഈഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാത് ന വിമോക്തും ഈശേത്.
മനോ വാച ദൃക്ക്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ദൃക്ക് എന്ന് വെച്ചാൽ കാഴ്ച, ദൃഷ്ടി കൊണ്ട്, കരണ അതുപോലെ തുടങ്ങിയ ഇന്ദ്രിയങ്ങളാൽ ഈഹിതസ്യ ചെയ്യുന്ന കർമ്മങ്ങൾ, സാക്ഷാത്കൃതം യഥാർത്ഥത്തിൽ മേ പരിബർഹണം ഹി എൻ്റെ ആരാധനയാണ്. അങ്ങനെ ചെയ്യണമെന്ന്, അതായത് കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, വാക്കുകൊണ്ട് പറയുന്നത്, ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ എല്ലാ പ്രവർത്തനവും യഥാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിലൊക്കെ അത് എനിക്കുള്ള ആരാധനയായി മാറ്റണം. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് മുഴുവൻ സർവ്വതിലും ഈശ്വരനുണ്ട് എന്നതായിരിക്കണം. ഇപ്പോൾ ഒരു വിഷമം കേട്ടാൽ അതും ഈശ്വര നിശ്ചയം. അപ്പോൾ പ്രകൃതി നിശ്ചയം അതാണോ? അത് സംഭവിക്കട്ടെ. ഒരു സന്തോഷം കേട്ടാൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അതും ഈശ്വര നിശ്ചയം. അപ്പം അതിൽ അഹങ്കാരം തോന്നില്ല. അങ്ങനെ മനസ്സിൻ്റെ എല്ലാ കർമ്മങ്ങളും ചിന്തയിലും ഈശ്വരൻ തന്നെ, ഭഗവാനെ കാണുക. വാക്കുകൊണ്ട് പറയുന്നതിലെല്ലാം ഈശ്വരാംശമുള്ള വാക്കുകൾ പറയുക. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച, ഇന്ന് നമ്മളാരും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇന്ന കാഴ്ചകൾ കാണുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഈശ്വര നിശ്ചയമാണ്. അപ്പം എല്ലാത്തിലും ഈശ്വരനെ കാണുക, കേൾക്കുന്ന ശബ്ദങ്ങളിലെല്ലാം ഈശ്വരനെ കാണുക. അങ്ങനെ സകല ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലും ഈശ്വരനെ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരാരാധന. പുമാൻ ഒരു മനുഷ്യൻ ഏന വിന, ഈ സമർപ്പണം, സകലത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ടുള്ള ഈ സമർപ്പണത്തെ ഒരു മനുഷ്യൻ ഏന വിന ചെയ്യുന്നില്ലയോ, ആ സമർപ്പണം ഇല്ലെങ്കിൽ മോഹവിമോഹാത്ത് എന്ന് വെച്ചാൽ ആ മഹാമായയിലെ കൃതാന്തപാശാത്ത്, ആ മഹാമായയുടെ പാശം കെട്ടിൽപ്പെട്ടിട്ട്, അതായത് ഈ സംസാര ലോകത്തിലെ ബന്ധനത്തിൽ പെട്ടിട്ട് ന വിമോക്തും ഈശേത്, അവൻ ഒരിക്കലും അതിൽ നിന്നും, ആ കെട്ടിൽ നിന്നും, ആ കയറിൻ്റെ കെട്ടിൽ നിന്നും, മായയുടെ കെട്ടിൽ നിന്നും അവൻ ഒരിക്കലും പിന്നീട് പുറത്തു വരാൻ സാധിക്കില്ല എന്ന്. ഇങ്ങനെ കണ്ടില്ലെങ്കിൽ മായയിൽ പെടും. സുഖവും ദുഃഖവും എന്ന രണ്ടെണ്ണം പറയുന്നത് മായയാണ്. എല്ലാത്തിലും ഈശ്വരനെ കാണുന്നിടത്ത് ഏകഭാവമേ ഉള്ളൂ. ദ്വൈതം മായയാണ്, അദ്വൈതം ഈശ്വരനാണ്. ദ്വൈതം മായയാണ്. അപ്പോൾ സുഖം ദുഃഖം, നല്ലത് ചീത്ത, ശരി തെറ്റ്, ഈ വേർതിരിവുകളൊക്കെ ഈശ്വരൻ മായയാണ്. ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അവിടെ ശരി തെറ്റുകളില്ല, നന്മ തിന്മകളില്ല, ഒന്നും തന്നെ, മാനാഭിമാനമില്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ അനുഭവിക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്യുന്നതെല്ലാം, എല്ലാത്തിലും ഈശ്വരനെ കാണുന്നതാണ് യഥാർത്ഥ ഈശ്വരാരാധന. എന്ത് കേട്ടോ ആ കേൾക്കുന്നതിലൊക്കെ ഈശ്വരനെ കാണാം. ചിലപ്പോൾ നമ്മൾ നല്ലതും കേൾക്കും, ചിലപ്പോൾ ഒരാൾക്കാരുടെ ചീത്തവിളിയും കേൾക്കും അല്ലേ. അപ്പോൾ ആ ചീത്തവിളിയിലും ഇത് പ്രകൃതിയാണ്, ഇത് ഈശ്വരനാണ് എന്നോട് പറഞ്ഞത് എന്ന് വിചാരിച്ചാൽ ആ വ്യക്തി നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. അത് നമ്മളെ ചീത്ത വിളിച്ച വ്യക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി, നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ആ ചീത്ത എന്നെ പറഞ്ഞത് ഈശ്വരനാണെന്ന്. അപ്പോൾ ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കേട്ടോ. അതേസമയം അവൻ പറഞ്ഞു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൾ പറഞ്ഞു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ അവരോടുള്ള വൈരാഗ്യം നിറയാണ്, വെറുപ്പും വിദ്വേഷവും നിറയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരെങ്കിലും നമ്മളോട് പറയുന്നത് കേട്ടാൽ അത് ഈശ്വരനാണ്, പ്രകൃതിയാണ് അതെന്നോട് പറഞ്ഞത് എന്ന് വിചാരിച്ചു നോക്കി. ആ പറഞ്ഞ വ്യക്തി കട്ടായി അതോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന്. അങ്ങനെ ഒന്ന് പരിശീലിച്ച് നോക്കുക. അങ്ങനെ കാണുന്ന കാഴ്ചയിലും കേൾക്കുന്ന ശബ്ദത്തിലും ചിന്തിക്കുന്ന ചിന്തകളിലും വാക്കുകളിലും ഒക്കെ എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വരാരാധന. ആരങ്ങനെ ചെയ്യുന്നില്ലയോ അവന് മഹാമായയുടെ ബന്ധനത്തിൽ നിന്നും ഒരിക്കലും മോചനം നേടാൻ സാധിക്കുകയില്ല. അവൻ്റെ ജീവിതം എപ്പോഴും നന്മ തിന്മകൾ നിറഞ്ഞതായിരിക്കും. അപ്പോൾ അവൻ ചെയ്യുന്ന നന്മകളുടെ പുണ്യം അനുഭവിക്കാനും ചെയ്യുന്ന തിന്മകളുടെ പാപം അനുഭവിക്കാനും അവൻ പുനർജന്മത്തിന് വിധേയനാകേണ്ടി വരികയും ചെയ്യും. ഇത്രയുമാണ് ശ്രീ ഋഷഭദേവൻ ആ സഭയിലിരുന്നു കൊണ്ട് ലോകർക്കായി നൽകിയ ഉപദേശം. ഇനി ശ്ലോകം 28 ശ്രീ ശുക ഉവാച, ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുകയാണ്. ഏവം അനുശാസ്യ ആത്മജാൻ സ്വയം അനുശിഷ്ടാൻ അഭിലോകാൻ അനുശാസനാർത്ഥം മഹാനുഭാവഃ പരമസുഹൃദ് ഭഗവാൻ ഋഷഭ അപദേശഃ ഉപശമശീലാനാം ഉപരതകർമ്മണാം മഹാമുനീനാം ഭക്തി ജ്ഞാന വൈരാഗ്യലക്ഷണം പാരമഹംസ്യധർമ്മം ഉപശിക്ഷമാണഃ സ്വതനയ ശതജ്യേഷ്ഠം പരമഭാഗവതം ഭഗവജ്ജനപരായണം ഭരതം ധരണീപാലനായ അഭിഷിച്യ സ്വയംഭവന ഏവ ഉർവരിത ശരീരമാത്രം പരിഗ്രഹ ഉന്മത്ത ഇവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മനി ആരോപിത ആഹവനീയോ ബ്രഹ്മാവർത്താത് പ്രവവ്രാജ.
ഏവം ഇപ്രകാരം അനുശാസ്യ ആത്മജാൻ തൻ്റെ മക്കളോട് ഉപദേശിച്ചു കൊടുത്ത സ്വയം അനുശിഷ്ടൻ അഭി സ്വയം എല്ലാ ജ്ഞാനങ്ങളും അറിയുന്നവനാണെങ്കിൽ പോലും ഇപ്രകാരം തൻ്റെ മക്കൾക്കെന്ന പോലെ ലോക അനുശാസനാർത്ഥം ഈ ലോകത്തിന് ഈ ഇത്രയും വലിയൊരു ഉപദേശം നൽകിയ മഹാനുഭാവനും പരമസുഹൃത്തും എല്ലാവരുടെ സുഹൃത്തും ഋഷഭ അപദേശ ഋഷഭൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നവനുമായ ഭഗവാൻ ഉപശമശീലാനാം അതായത് എല്ലാ ഫലേച്ഛ കർമ്മങ്ങളെ അതായത് എല്ലാ കർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് അത്രയ്ക്കും ശാന്ത സ്വഭാവനായിട്ട് ഉപരത കർമാണാം എന്തെങ്കിലും ആഗ്രഹിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതായത് നിഷ്കാമ കർമ്മത്തിലൂടെ മഹാമുനീനാം ഭക്തിജ്ഞാന വൈരാഗ്യ ലക്ഷണം മഹാമുനിമാരുടെ ഭക്തിജ്ഞാന വൈരാഗ്യ ലക്ഷണത്തോടു കൂടി പാരമഹംസ്യ ധർമ്മം ഉപശിക്ഷമാണ് പരമഹംസന്മാരുടെ ധർമ്മം എന്തെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ പരമഹംസന്മാർ എന്ന് വെച്ചാൽ പരമഹംസം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമായ അരയന്നത്തിനെ താരതമ്യപ്പെടുത്തുന്നു പരമഹംസന്മാരായ യോഗികളെ. കാരണം അവർ നന്മയെ ശരിയെ മാത്രമേ ഇപ്പോൾ ഒരു ഹംസം എപ്പോഴും ചളിയല്ല നല്ലത് മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നല്ല വെള്ളമാണ് അവർ കുടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പരമഹംസന്മാർ എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിലും നല്ലതിനെ മാത്രം വേർതിരിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് പരമഹംസന്മാർ എന്ന് വിളിക്കുന്നത്. അവരുടെ അങ്ങനെയുള്ള പരമഹംസന്മാരുടെ ധർമ്മം എന്തെന്ന് ഉപശിക്ഷമാണ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ട് ജനിച്ച ആ ഭഗവാൻ ഋഷഭദേവൻ സ്വതനയ ശതശ്രേഷ്ഠം തൻ്റെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠം മൂത്തപുത്രനായ പരമഭാഗവതം പരമഭക്തനും ഭഗവജ്ജനപരായണം ഭഗവത് ഭക്തന്മാരുടെ അനുഗമിക്കുന്നവനുമായ ഭരതം ആ ഭരതനെ ധരണീപാലനായ അഭിഷിച്ച ഈ ഭൂമിയുടെ ഭരണം ഏൽപ്പിച്ചിട്ട് സ്വയം ഭവന ഏവ ഉർവരിതം അതായത് സ്വയം ആ തൻ്റെ ഗ്രഹം ഉപേക്ഷിച്ചിട്ട് ശരീരമാത്രം പരിഗ്രഹ അതായത് വസ്ത്രം പോലും ഉപേക്ഷിച്ചു എന്ന് ശരീരം മാത്രം ബാക്കിയാക്കിയിട്ട് ഉന്മത്ത ഇവ ഒരു കാണുന്നവന് ഒരു ഭ്രാന്തനെ പോലെ തോന്നുന്ന രീതിയിൽ ഗഗന പരിധാന ആകാശം വസ്ത്രമാക്കി എന്ന് വെച്ചാൽ ദിഗംബരന്മാർ എന്ന് പറയുമല്ലോ അതായത് ദിക്കുകൾ വസ്ത്രമാക്കുക ആകാശം വസ്ത്രമാക്കിയിട്ട് പ്രകീർണകേശ ചിക്കിച്ചികഞ്ഞ് കിടക്കുന്ന മുടി അതാണ് പാറി പറന്ന് കിടക്കുന്ന തലമുടിയും ആത്മനീ ആരോപിത അഹവനീയോ എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ആ ജ്ഞാനത്തിൻ്റെ അഗ്നി ആ അഗ്നിയോടുകൂടി ബ്രഹ്മാവർത്ത ദേശത്ത് നിന്നും പ്രവവ്രാജ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീടുപേക്ഷിച്ചു ഗ്രഹം ഉപേക്ഷിച്ചു വസ്ത്രമില്ലാതെ ഈ ആകാശം വസ്ത്രമാക്കിക്കൊണ്ട് കാണുന്നവർക്ക് ഇതൊരു ഭ്രാന്തനാണോ എന്ന് തോന്നുന്ന രീതിയിൽ മുടിയൊക്കെ പാറി പറന്ന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അതായത് ശരിക്കും ഒരു അവധൂതനായിക്കൊണ്ട് ലോകം മുഴുവൻ ബ്രഹ്മാവർത്തത്തിൽ നിന്നായിരുന്നു ഇങ്ങനെ സംഭാഷണം ചെയ്തത്. അതിനുശേഷം ബ്രഹ്മാവർത്തത്തിൽ നിന്നും പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വെച്ച് ബ്രഹ്മാവർത്തത്തിൽ വെച്ച് തൻ്റെ മക്കൾക്ക് എന്ന പോലെ ലോകർക്ക് ഉപദേശം നൽകിയ അദ്ദേഹം പിന്നീട് തൻ്റെ പുത്രനെ ഭരതനെ രാജ്യഭരണം ഏൽപ്പിച്ചു. എന്നിട്ട് പാറിപ്പറക്കുന്ന മുടിയും വസ്ത്രങ്ങളൊന്നുമില്ലാതെ ദിഗംബരനായിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു യോഗാവസ്ഥയെ പ്രാപിച്ചു. അതായത് അദ്ദേഹത്തിൽ നിന്നുമാണ് പിന്നീട് ജൈനമതം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ജൈനമത വിശ്വാസികൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അവർ വസ്ത്രം പൂർണ്ണമായി ഉപേക്ഷിച്ച് ദിഗംബരന്മാരായിട്ട് അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവർത്തം വിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഊഹിക്കാലോ അങ്ങനെ ഒരു വേഷത്തിൽ അതായത് വസ്ത്രമില്ലാതെ ചിക്കിച്ചികഞ്ഞിങ്ങനെ പാറി പറന്ന് കിടക്കുന്ന മുടിയോടുകൂടി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ സമൂഹം എല്ലാവരും അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെയാണ് കണക്കാക്കിയത്.